തമിഴ്നാട്ടിൽ ഭാഷാ പോരങ്ങനെ കടുക്കുകയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അതങ്ങനെ കൂടിക്കൂടി വന്ന് തമിഴ്നാട് ബജറ്റ് ലോഗോയിൽ നിന്ന് രൂപയുടെ ചിഹ്നം വെട്ടിമാറ്റുന്നത് വരെ എത്തിയിരിക്കുകയാണ്. രൂപയുടെ ചിഹ്നത്തിന് പകരം തമിഴ് ചിഹ്നമാണ് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പുറത്തുവിട്ട വീഡിയോയിലാണ് വ്യത്യാസമുള്ളത്. ഭാഷാ പോര് നിലനിൽക്കുകയാണ് സർക്കാരിന്റെ നീക്കം. വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് ആണ് ചേരുന്നത്. റഹീസ്, വെരി 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 ഗുഡ് ഈവനിങ്. അപ്പോൾ ആ ഒരു ഭാഷാ പോരിപ്പോൾ ഇങ്ങനെ ഈ ലോഗോയിൽ നിന്ന് ആ റുപ്പി എന്നുള്ള ചിഹ്നം വെട്ടിമാറ്റുന്നത് വരെ എത്തി നിൽക്കുകയാണ്. വിവരങ്ങൾ. ക്രിസ്റ്റീന, വെരി 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 ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായാലും തമിഴ്നാടുകാർ ഒരു പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഏത് തലം വരെയും അവർ പോകും. പ്രത്യേകിച്ച് ഈ ഭാഷാ പോരൊക്കെ അത് അങ്ങനെ അതിന്റെ ഏറ്റവും മൂർത്തിഭാവത്തിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലിപ്പോൾ തമിഴ്നാട്ടിലെ സംസ്ഥാന ബജറ്റിന്റെ ലോഗോയിൽ നിന്നും രൂപയുടെ ചിഹ്നത്തിന് പകരം തമിഴക്ഷരമായ രു ചേർത്തിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ. റുപ്പിയുടെ ആ ഒരു ചിഹ്നം അത് വെട്ടിമാറ്റി ബജറ്റിന്റെ ആ ഒരു ലോഗോയിൽ നിന്ന് അത് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു. അങ്ങനെ പുതിയൊരു തലത്തിലേക്ക് ആ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ആ ഒരു പോര് കടത്തിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി MK സ്റ്റാലിൻ ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് ഒരു ടീസർ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രൊമോഷൻ വീഡിയോ എന്നുള്ള തരത്തിൽ എക്സിൽ കുറിക്കുകയുണ്ടായി. ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അതിലാണ് ആദ്യത്തെ ഒരു ക്ലിപ്പിൽ തന്നെ ഈ ഒരു പ്രകടമായ മാറ്റം ഉണ്ടായിരിക്കുന്നത്. തമിഴ്നാട് മോഡൽ ബജറ്റ്, ദ്രവീഡിയൻ മോഡൽ, ബദൽ മോഡൽ എന്നൊക്കെയുള്ള രീതിയിൽ ഹാഷ്ടാഗുകൾ ഇട്ടുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ ഇതൊരു പ്രതിഷേധമാണ് എന്ന് സർക്കാർ വൃത്തങ്ങൾ ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. അല്ലെങ്കിൽ DMKയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഭാഷാ പോര് ഇങ്ങനെ കടുത്തു നിൽക്കുമ്പോൾ ഈ ഒരു നീക്കം അത് ഏതൊരാൾക്കും മനസ്സിലാകുന്നതാണ്. വലിയൊരു പ്രതിഷേധത്തിന്റെ ഒരു സൂചന തന്നെയാണ്. ഒപ്പം തന്നെ BJP നേതാക്കൾ ഒന്നടങ്കം ഇതിനെതിരെ വലിയ വിമർശനവുമായി രംഗത്തെത്തുന്നു. ദേശീയതയ്ക്കെതിരെയാണ് സ്റ്റാലിന്റെ നീക്കം. പ്രാദേശികവാദം ഉയർത്തിപ്പിടിച്ച് അതിന്റെ ഒരു അപ്പീസ്മെന്റ് ഒക്കെയാണ് സ്റ്റാലിൻ ശ്രമിക്കുന്നത് എന്നുള്ള തരത്തിലേക്കൊക്കെ ഈ ഒരു BJP നേതാക്കൾ ഒന്നടങ്കം ഈ പ്രതിഷേധവുമായി രംഗത്ത് എത്തുന്നു. അങ്ങനെ നാളെ ഇനി ഈ ഒരു ബജറ്റ് വരാനിരിക്കുന്നു. അതിൽ എന്തൊക്കെ തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകും, കേന്ദ്ര വിമർശനം ഉണ്ടാകും എന്നുള്ളതൊക്കെയും കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ആ ഒരു ഭാഷാ പോര്, വാക്പോരിൽ നിന്നും പിന്നീട് അത് ഈ ഒരു ഹിന്ദി മായ്ക്കുന്നതിൽ നിന്നും ഇപ്പോൾ ആ ബജറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ബജറ്റിന്റെ കവർ പേജിൽ നിന്ന് അല്ലെങ്കിൽ ആ ലോഗോ ഒക്കെയും മാറ്റുന്ന തരത്തിലേക്ക്, വെട്ടിത്തിരുത്തുന്ന തരത്തിലേക്കൊക്കെ ആ പോര് അതിന്റെ രൂപമാറ്റം ഉണ്ടായിരിക്കുന്നു. ക്രിസ്റ്റീന. ശരി, മുഹമ്മദ് റഹീസ് ആണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു ദ്രാവിഡ ബദൽ എന്ന് പറയുന്ന നീക്കം നടക്കുമ്പോൾ ഞാൻ ആ കാണിച്ച ലോഗോയിൽ നിന്ന് തമിഴിൽ രു എങ്ങനെയാണ് എഴുതുന്നത് പഠിക്കായിരുന്നു. അപ്പം അതിങ്ങനെയാണ്, കണ്ടോ, മനസ്സിലായിട്ടോ, പഠിച്ചു. അപ്പോൾ താങ്ക് യു. മുഹമ്മദ് റഹീസ് ആണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.